ബിജെപിയുടെ മണ്ഡലം പ്രസിഡന്റ് ലക്ഷ്മി പ്രസാദ്, ചിതറ മണ്ഡലം ലക്ഷ്മി പ്രസാദ് അധ്യക്ഷത വഹിക്കും. സ്വാഗതം പറയുന്ന ചടയമംഗലം മണ്ഡലം പ്രസിഡന്റ് ജയകുമാർജിയാണ്. അതുപോലെ തന്നെ അവിടെ ആശംസകൾ പാർട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്ത് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ കെ സോമൻചേട്ടനാണ്. അദ്ദേഹം എത്തിക്കഴിഞ്ഞു. ജില്ലാ ഭാരവാഹികളായിട്ടുള്ള ബിജു പുത്തയം, എം.ആർ. സുരേഷ് ജി, ബൈജു തോട്ടാശ്ശേരി, സംസ്ഥാന കൌൺസിൽ അംഗം എസ് വിജയൻ ചേട്ടൻ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള മഞ്ജേഷ് ജി, സിനു ഇളമാട്, ഗിരീഷ് വയല, അതുപോലെ ചിതറ മണ്ഡലം ജനറൽ സെക്രട്ടറി അനിൽകുമാർ തുടങ്ങിയവരെല്ലാം ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഈ ചടങ്ങിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്നത് ചരിത്രത്തിൽ ആദ്യമായി കടക്കൽ പഞ്ചായത്തിൽ താമര വിരിയിച്ച അനുപമ മെമ്പറാണ് കൃതജ്ഞത രേഖപ്പെടുത്തുന്നത്. ഈ മാർച്ചിൽ പങ്കെടുക്കുന്നവർ അവസാനം വരെയും ഈ മാർച്ചിൽ പങ്കെടുത്ത് പരിപാടി അവസാനിക്കുന്നത് വരെ ഈ മാർച്ചിന്റെ പങ്കാളികളാകണം. അതുപോലെ ഇത് കവർ ചെയ്യാൻ എത്തിയിട്ടുള്ള മാധ്യമ പ്രവർത്തകർ, ഇത് നിയന്ത്രിക്കുന്നതിനായി എത്തിയിട്ടുള്ള നിയമപാലകർ, എല്ലാവർക്കും ആദ്യമേ തന്നെ നന്ദി രേഖപ്പെടുത്തുകയാണ്. കടക്കലിന്റെ വിപ്ലവ മണ്ണിൽ മറ്റൊരു സമരവുമായി ബിജെപി ചടയമംഗലം മണ്ഡലം കമ്മിറ്റി എത്തുകയാണ്. 5 വർഷത്തെ കെടുകാര്യസ്ഥയായ ഭരണത്തിനെതിരെ എംഎൽഎയുടെ ഓഫീസിലേക്ക് ബിജെപി പ്രവർത്തകർ മാർച്ച് ചെയ്യുന്നു. പോലീസ് ശക്തമായ സുരക്ഷ ഒരുക്കുന്നു. മണ്ഡലത്തെ ഭരണപരാജയത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിയിട്ട ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണിയുടെ കടക്കൽ ഓഫീസിലേക്ക് ബിജെപി ചടയമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ബഹുജന മാർച്ചാണ് ഇതുവഴി കടന്നുവരുന്നത്. ബഹുജന മാർച്ചിൽ പങ്കാളികളാകുവാൻ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും സ്നേഹപുരസ്സരം സ്വാഗതം ചെയ്യുകയാണ്. മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയും ചടയമംഗലത്തിന്റെ എംഎൽഎയുമായ ശ്രീമതി ജെ ചിഞ്ചുറാണിയുടെ നിയന്ത്രണത്തിലുള്ള ഇളമാട് പഞ്ചായത്തിലെ തോട്ടത്തറ ഫാമിൽ നിന്നും വരുന്ന അതികഠിനമായ ദുർഗന്ധം മൂലം പ്രദേശവാസികൾക്ക് ജീവിക്കുവാൻ കഴിയാത്ത അവസ്ഥ സംജാതമായിരിക്കുകയാണ്. അനവധി പരാതികൾ ഉണ്ടായിട്ടും ഇതിന് പരിഹാരം കാണുവാൻ ശ്രമിക്കാത്ത എംഎൽഎയുടെ കടക്കൽ ഓഫീസിലേക്ക് ബിജെപി ചടയമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പ്രതിഷേധ മാർച്ചാണ് ഇതുവഴി കടന്നുവരുന്നത്. വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ എല്ലാ പ്രവർത്തകരും ഉറക്കെ വിളിക്കേണ്ടതാണ്. ഭാരത് മാതാ മടുത്തു നമ്മൾ ഈ എംഎൽഎ, ഇന്നു മുതൽ മാറ്റം തുടങ്ങാം, മാറാത്തത് മാറട്ടെ, വികസിത കേരളം ഉയരട്ടെ. ചിഞ്ചുറാണി എംഎൽഎ വർഷം 5 ആകുന്നു. എവിടെ താലൂക്ക്, പുതിയ താലൂക്ക് എവിടെ? മതിയായി നിങ്ങളുടെ ഭരണം, മടുത്തു നമ്മൾ ഈ എംഎൽഎ, ഇന്നു മുതൽ മാറ്റം തുടങ്ങാം, മാറാത്തത് മാറട്ടെ, വികസിത കേരളം ഉയരട്ടെ. ഭാരത് മാതാ കി, എംഎൽഎ ഓഫീസ് മാർച്ച് കി. ചടയമംഗലം എംഎൽഎയും കിടത്തി ചികിത്സയുള്ള ആശുപത്രിയായി ഉയർത്തുമെന്ന പ്രഖ്യാപനം നടത്തി ഇതുവരെ അത് സാധ്യമാക്കുവാൻ യാതൊരുവിധ നടപടികളും സ്വീകരിക്കാത്ത എംഎൽഎയുടെ ഭരണപരാജയം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് 3,40,00,000 രൂപ മുടക്കി ഇളമാട് ആയുർവേദ ആശുപത്രി പണി പൂർത്തിയാക്കിയിട്ട് വർഷങ്ങളായി. എന്നാൽ അവിടെ പ്രവേശിക്കുന്നതിന് വഴിയില്ല. വഴി കണ്ടെത്തി കെട്ടിടം ആശുപത്രിക്ക് നൽകുമെന്ന എംഎൽഎയുടെ വാഗ്ദാനം ഇതുവരെ നടപ്പിലായിട്ടുമില്ല.
വാഗ്ദാന ലംഘനങ്ങളുടെ പെരുമഴ മാത്രം സമ്മാനിച്ച് വികസന മുരടിപ്പിലേക്ക് കഴിഞ്ഞ 5 വർഷക്കാലം ചടയമംഗലം നിയോജക മണ്ഡലത്തെ നയിച്ച മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണിയുടെ ഭരണപരാജയം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് BJP ചടയമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പ്രതിഷേധ മാർച്ചാണ് ഇതുവഴി കടന്നുവരുന്നത്. പ്രതിഷേധ മാർച്ചിലേക്ക് മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മടത്തറയിലെ പുറമ്പോക്കിൽ താമസിപ്പിക്കുന്നവരെ പുനരധിവസിപ്പിക്കുന്നതിനായി ചിതറ പഞ്ചായത്തിൽ ചക്കമലയിൽ ഉയർത്തിയ ഫ്ളാറ്റ് വർഷങ്ങളായി അനാഥമായി കിടക്കും. ചടയമംഗലം പഞ്ചായത്തിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുന്നതിനായി പലതവണ തറക്കല്ലിടിയിൽ നടത്തിയിട്ടും കോംപ്ലക്സ് പണിയുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളുവാൻ കഴിയാത്ത MLAയുടെ പ്രവർത്തന പരാജയത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് BJP ചടയമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പ്രതിഷേധ മാർച്ചാണ് ഈ വെടിത്താരയിലൂടെ കടന്നുവരുന്നത്. ലോകത്തിനാകെ മാതൃകയായി വികസനമൊന്നും വന്നില്ല. 5 വർഷക്കാലം ചടയമംഗലം നിയോജക മണ്ഡലത്തെ പടികുടിയിലേക്ക് തള്ളിയിട്ട ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണിയുടെ കടക്കൽ ഓഫീസിലേക്ക് BJP ചടയമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ബഹുജന മാർച്ചാണ് ഇതുവഴി കടന്നുവരുന്നത്. ബഹുജന മാർച്ചിൽ പങ്കാളികളാകുവാൻ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും സ്നേഹപുരസ്സരം സ്വാഗതം ചെയ്യുകയാണ്. സംരക്ഷണ വകുപ്പ് മന്ത്രിയും ചടയമംഗലത്തെ MLAയുമായി ശ്രീമതി ജെ ചിഞ്ചുറാണിയുടെ നിയന്ത്രണത്തിലുള്ള അംഗൻവാടി പഞ്ചായത്തിലെ തോട്ടത്തറ ഫാമിൽ നിന്നും അതികഠിനമായ ദുരിതമൂലം പ്രദേശവാസികൾക്ക് ജീവിക്കുവാൻ കഴിയാത്ത അവസ്ഥ സംജാതമായിരിക്കുകയാണ്. അനവധി പരാതികൾ ഉണ്ടായിട്ടും ഇതിന് പരിഹാരം കാണുവാൻ ശ്രമിക്കാത്ത MLAയുടെ കടക്കൽ ഓഫീസിലേക്ക് BJP ചടയമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പ്രതിഷേധ മാർച്ചാണ് ഇതുവഴി കടന്നുവരുന്നത്. ഇളമാട് ഗവൺമെന്റ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ കിടത്തി ചികിത്സയുള്ള ആശുപത്രിയായി ഉയർത്തുമെന്ന പ്രഖ്യാപനം നടത്തി ഇതുവരെ അത് സാധ്യമാക്കുവാൻ യാതൊരുവിധ നടപടികളും സ്വീകരിക്കാത്ത MLAയുടെ ഭരണപരാജയം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് 3 കോടി 40 ലക്ഷം രൂപ മുടക്കി ഇളമാട് ആയുർവേദ ആശുപത്രി പണി പൂർത്തിയാക്കിയിട്ടാണ് വർഷങ്ങളായി. എന്നാൽ അവിടെ പ്രവേശിക്കുന്നതിന് വഴി കണ്ടെത്തി കെട്ടിടം ആശുപത്രിക്ക് നൽകുമെന്ന MLAയുടെ വാഗ്ദാനം ഇതുവരെ നടപ്പിലായിട്ടില്ല. വാഗ്ദാന ലംഘനങ്ങളുടെ പെരുമഴ മാത്രം സമ്മാനിച്ച് വികസന മുരടിപ്പിലേക്ക് കഴിഞ്ഞ 5 വർഷക്കാലം ചടയമംഗലം നിയോജക മണ്ഡലത്തെ നയിച്ച മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണിയുടെ ഭരണപരാജയം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് BJP ചടയമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പ്രതിഷേധ മാർച്ചാണ് ഇതുവഴി കടന്നുവരുന്നത്. പ്രതിഷേധ മാർച്ചിലേക്ക് മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. BJP
വികസന വിപ്ലവത്തിന്റെ നല്ല നാളുകൾ സൃഷ്ടിക്കുവാൻ BJP മാത്രമാണ് നാടിന് ആശ്രയമെന്ന സന്ദേശമുയർത്തിക്കൊണ്ട് BJP ചടയമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പ്രതിഷേധ മാർച്ചാണ് ഈ വെടിപ്പാറയിലൂടെ BJPക്ക് അനുകൂലമായി കേരളം ഉയരട്ടെ ചടയമംഗലം നിയോജകമണ്ഡലത്തിന് സമ്മാനിച്ച MLAയുടെ വികസന വിരുദ്ധ നിലപാടുകൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് BJP ചടയമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ബഹുജന മാർച്ചാണ് ഇതുവഴി കടന്നുവരുന്നത്. ബഹുജന മാർച്ചിൽ പങ്കാളികളാകുവാൻ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും സ്നേഹപുരസ്സരം സ്വാഗതം ചെയ്യുകയാണ്. നാം ആഗ്രഹിക്കുന്ന വികസനങ്ങളെല്ലാം ഭാരതത്തിന് സമ്മാനിച്ച് നട്ടലുള്ള നിലപാടുകളുമായി ലോക നേതാവായി രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന് കീഴിൽ ഭാരതം വികസനത്തിന്റെ കുതിപ്പ് നടത്തുന്നു. അഴിമതിയും സ്വജനപക്ഷപാതവും ക്ഷേത്ര ശ്രീകോവിലുകളെ കൊള്ളയിടിക്കലും ഗവൺമെന്റ് ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം സാധാരണക്കാർ മരിച്ചു വീഴുന്നതുമൊക്കെ സർവ്വസാധാരണമായി കേരളക്കരയാകെ വിറങ്ങലിച്ചു നിൽക്കുന്നു. ഈ ഭരണപരാജയത്തിനെതിരെ ശക്തമായ ജനകീയ ബദലായി മാറാത്തതിന് മാറും വികസിത കേരളം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി BJP നടത്തുന്ന ജനകീയ പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായി BJP ചടയമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ബഹുജന മാർച്ചാണ് ഇതുവഴി കടന്നുവരുന്നത്. മാർച്ചിൽ പങ്കാളികളാകുവാൻ സ്നേഹപുരസ്സരം സ്വാഗതം ചെയ്യുകയാണ്. മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയും ചടയമംഗലത്തിന്റെ MLAയുമായ ശ്രീമതി ജെ ചിഞ്ചുറാണിയുടെ നിയന്ത്രണത്തിലുള്ള ഇളമാട് പഞ്ചായത്തിലെ തോട്ടത്തറ ഫാമിൽ നിന്നും വരുന്ന അതികഠിനമായ ദുർഗന്ധം മൂലം പ്രദേശവാസികൾക്ക് ജീവിക്കുവാൻ കഴിയാത്ത അവസ്ഥ സംജാതമായിരിക്കുകയാണ്. നിരവധി ഇതിന് പരിഹാരം കാണാൻ BJP നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പ്രതിഷേധ മാർച്ചാണ് ഇതുവഴി കടന്നു വരുന്നത്. ഇളമാട് ഗവൺമെന്റ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ കിടത്തി ചികിത്സയുള്ള ആശുപത്രിയായി ഉയർത്തുമെന്ന പ്രഖ്യാപനം നടത്തി ഇതുവരെ അത് സാധ്യമാക്കുവാൻ യാതൊരുവിധ നടപടികളും സ്വീകരിക്കാത്ത MLAയുടെ ഭരണപരാജയം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് 3,40,00,000 രൂപ മുടക്കി ഇളമാട് ആയുർവേദ ആശുപത്രി പണി പൂർത്തിയാക്കിയിട്ട് വർഷങ്ങളായി. എന്നാൽ അവിടെ പ്രവേശിക്കുന്നതിന് വഴിയില്ല. വഴി കണ്ടെത്തി കെട്ടിടം ആശുപത്രിക്ക് നൽകുമെന്ന MLAയുടെ വാഗ്ദാനം ഇതുവരെ നടപ്പിലായിട്ടില്ല. പെരുമഴ മാത്രം സമ്മാനിച്ചു. വികസന മുരടിപ്പിലേക്ക് കഴിഞ്ഞ 5 വർഷക്കാലം ചടയമംഗലം നിയോജക മണ്ഡലത്തെ നയിച്ച മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. BJP
നടത്തുന്ന ബഹുജന മാർച്ചാണ് കടന്നു വരുന്നത്. വർഷക്കാലം ചടയമംഗലം സാധ്യമാക്കുവാൻ യാതൊരുവിധ നടപടികളും സ്വീകരിക്കാത്ത എംഎൽഎയുടെ പരാജയം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് 3,40,00,000 രൂപ മുടക്കി ഇളവാട് ആയുർവേദ ആശുപത്രി പണി പൂർത്തിയാക്കിയിട്ട് വർഷങ്ങളായി. എന്നാൽ അവിടെ പ്രവേശിക്കുന്നതിന് എംഎൽഎയുടെ വാഗ്ദാനം ഇതുവരെ കഴിഞ്ഞ 5 വർഷക്കാലം ചടയമംഗലം നിയോജകമണ്ഡലത്തെ നയിച്ച വികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി മണ്ഡലം കമ്മിറ്റിയുടെ മടത്തറയിലെ പുറംതിൽ താമസിപ്പിക്കുന്നവരെ പുനരധിവസിപ്പിക്കുന്ന പഞ്ചായത്തിൽ ഷോപ്പിംഗ് ഈ വഴിത്താരയിലൂടെ
കയറി ജനകീയ വികസന പ്രവർത്തനങ്ങളിൽ നിന്ന് മുഖം തിരിച്ച് രാഷ്ട്രീയ കൊലപാതകം കളിക്കുന്ന ചടയമംഗലം MLA ജെ ചിഞ്ചുറാണിയുടെ കണ്ടില്ലേ കണ്ടില്ലേ ചിഞ്ചുറാണിയെ കണ്ടില്ലേ എവിടെ എവിടെ MLA എവിടെ താലൂക്ക് എവിടെ എവിടെ താലൂക്ക് പറയൂ MLA വഞ്ചിച്ചില്ലേ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും സ്നേഹപുരസ്സരം സ്വാഗതം ചെയ്യുകയാണ്. വികസനമെല്ലാം ഭാരതത്തിന് സമ്മാനിച്ച് നട്ടലുള്ള നിലപാടുകളുമായി ലോക നേതാവായി രാജ്യത്തെ മുന്നോട്ട് നൽകുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ ഭാരതം വികസനത്തിന്റെ കുതിപ്പ് നടത്തുന്നു. അഴിമതിയും ഗവൺമെന്റ് ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം സാധാരണക്കാർ മരിച്ചു വീഴുന്നതിന് സാധാരണമായി കേരളക്കരയാകെ ഗവൺമെന്റ് ഈ ഭരണരാജ്യത്തിനെതിരെ ശക്തമായ ചടയമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ബഹുജന മാർച്ചാണ് ഇതുവഴി കടന്നു വരുന്നത്. ചടയമംഗലത്തിലെയുമായി ശ്രീമതി ജെ ചിഞ്ചുറാണിയുടെ നേതൃത്വത്തിലുള്ള ഇടമാട് പഞ്ചായത്തിലെ തോട്ടത്തറ ഫാമിൽ നിന്നും കഠിനമായ മൂലം പ്രദേശവാസികൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ സംജാതമായിരിക്കുകയാണ്. നിരവധി അനവധി പരാതികൾ ഉണ്ടായിട്ടും ഈ പരിഹാരം കാണുവാൻ ശ്രമിക്കാത്ത MLAയുടെ കടക്കൽ ഓഫീസിലേക്ക് BJP ചടയമംഗലം പ്രതിഷേധപ്രകടനം കടക്കൽ മന്ത്രിയുടെ ഓഫീസിന് സമീപം എത്തിക്കുന്നു. മന്ത്രിയുടെ ഓഫീസിൽ നിന്നും 50 മീറ്റർ ഇപ്പുറത്തായി വെച്ച് കടക്കൽ പോലീസ് പ്രതിഷേധക്കാരെ തടഞ്ഞിട്ടുണ്ട്. എന്തായാലും നിരവധി പ്രവർത്തകരാണ് ഇന്ന് ഈ പ്രതിഷേധത്തിൽ ഇവിടെ പങ്കുചേർന്നിട്ടുള്ളത്. ഈ തത്സമയമാണ് ഞങ്ങൾ പ്രേക്ഷകരിൽ എത്തിക്കുന്നത്. വണ്ടിക്ക് പോയി ഒന്ന് വഴിയാണോ
പ്രതിഷേധം പ്രതിഷേധം ബിജെപിയുടെ പ്രതിഷേധം ബിജെപിയുടെ പ്രതിഷേധം നാണക്കേട് ഉണ്ടോ ഇതുപോലെ എംഎൽഎ എവിടെ എംഎൽഎ ചിഞ്ചുറാണി എംഎൽഎ എവിടെ എംഎൽഎ ഇതുപോലൊരു മണ്ഡലമുണ്ടോ ഇതുപോലൊരു മണ്ഡലമുണ്ടോ ഭാരതീയ ജനതാ പാർട്ടി ചടയമംഗലം എംഎൽഎയുടെ ഓഫീസിലേക്ക് നടത്തിയിട്ടുള്ള ഈ മാർച്ച് തുടർന്ന് നടക്കുന്ന ഈ സമ്മേളനം, ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആരാധ്യനായിട്ടുള്ള സംസ്ഥാന ഉപാധ്യക്ഷൻ കെ സോമൻ ചേട്ടൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ പരിപാടിയുടെ അധ്യക്ഷയായി പാർട്ടിയുടെ ചിതറ മണ്ഡലം പ്രസിഡന്റ് ലക്ഷ്മി പ്രസാദ് അവരെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ മാർച്ചിനെ സ്വാഗതം പറയുന്നതിന് വേണ്ടി ചടയമംഗലം മണ്ഡലം പ്രസിഡന്റ് ദേവമാർ ജയെ ക്ഷണിക്കുന്നു. കഴിഞ്ഞ 5 വർഷത്തെ ചടയമംഗലം മണ്ഡലത്തെ വികസന പ്രവർത്തനത്തിലേക്ക് നയിച്ച ശ്രീമതി ചിഞ്ചുറാണി എംഎൽഎയുടെ ഓഫീസിലേക്കുള്ള മാർച്ചാണ് ഇന്നിവിടെ. ഈ മാർച്ചിലേക്ക് സ്വാഗതം പറയുന്നതാണ്. ഈ മാർച്ചിലെ അധ്യക്ഷനായിട്ട് മണ്ഡലം പ്രസിഡന്റ് ശ്രീമതി ലക്ഷ്മി പ്രസാദിനെ സ്വാഗതം ചെയ്യുന്നു. കുറ്റപത്രം അവതരിപ്പിക്കുന്നതിന് വേണ്ടി സംസ്ഥാന കൗൺസിൽ അംഗം ശ്രീ വിജയവൻ ചേട്ടനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത് നമ്മുടെ സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള ശ്രീ കെ സോമനാണ്. സോമനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ മാർച്ചിന് മുഖ്യപ്രഭാഷണം നടത്തുന്നത് നമ്മുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയും മണ്ഡലം ഇൻചാർജുമായിട്ടുള്ള വൈക്കൽ സോമൻ ചേട്ടനാണ്. സോമൻ ചേട്ടനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായിട്ട് ഈ യോഗത്തിന് ആശംസകൾ പറയുന്നതിന് വേണ്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ എം.ആർ. സുരേഷ് ചേട്ടനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആശംസകൾ പറഞ്ഞുകൊണ്ട് ജില്ലാ വൈസ് പ്രസിഡന്റ് പുത്തയം വി ചേട്ടൻ, വൈജു തോട്ടാശ്ശേരി ഇവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആശംസകൾ പറയുന്നതിന് വേണ്ടി മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള അനിൽകുമാർ, ഗിരീഷ് വയല, മഞ്ചേഷ് കുരിയോട് എന്നിവരെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ യോഗത്തിൽ എത്തിയിട്ടുള്ള കൃതജ്ഞത പറയുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ കടക്കാലത്തെ വാദമായിട്ടുള്ള അനുപമയാണ്. അനുപമയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ഈ മാധ്യമത്തിലുള്ള മാധ്യമപ്രവർത്തകരെയും പോലീസ് ഉദ്യോഗസ്ഥരെയും എല്ലാവരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ കടമ നിർവഹിക്കുന്നു. 5 വർഷമായി പരിധി മുടിച്ച എംഎൽഎക്കെതിരെ കുറ്റപത്രം അവതരിപ്പിക്കുന്നതിന് വേണ്ടി വിജയമോഹൻ സാറിനെ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷ ശ്രീമതി ലക്ഷ്മി പ്രസാദ്, ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ ആദരണീയനായ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ സോമൻ ചേട്ടൻ, മണ്ഡലം ഇൻചാർജ് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറിയായ ശ്രീ വൈക്കൽ സോമൻ അവർ, ജില്ലാ ഉപാധ്യക്ഷന്മാരായ പെരപ്പയം നമ്മുടെ എം.ആർ. സുരേഷ്, അതുപോലെ തന്നെ പുത്തയം ബിജു, ഈ മണ്ഡലത്തിന്റെ പ്രഭാരി കൂടിയായിട്ടുള്ള ശ്രീ ബൈജു തോട്ടാശ്ശേരി, നമ്മുടെ സംസ്ഥാനമായിട്ടുള്ള കൂട്ടത്തിൽ വിജയചേട്ടൻ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള മഞ്ചേഷ്
മാധ്യമപ്രവർത്തകരെയും പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇത്തരം ഒരു പരിപാടി ഈ MLA-ക്കെതിരായി ഇവിടെ നടത്തുന്നത്. ഈ നമ്മുടെ ഈ ചടയമംഗലം മണ്ഡലം രൂപം കൊണ്ട ആ കാലം മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലമായിരുന്ന ഈ ചടയമൻ യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ വികസനമില്ലാത്ത വികസനം ഒരു കേദാരമായി മാറിയത് ഈ മണ്ഡലത്തോട് യാതൊരു പ്രതിബദ്ധതയുമില്ലാത്ത എനിക്ക് ലോകമേത്തമായി എന്ന് പറയുന്ന വിശ്വാസ സംഹിതയുമായി തോന്നുന്ന കമ്മ്യൂണിസ്റ്റ് സ്ഥാനങ്ങളിൽ അഭ്യസിക്കുന്ന ചില ആളുകളുടെ ഈ ആശയം കൊണ്ടുപോകണം. ഈ ചടയമംഗലം മണ്ഡലം രൂപം കൊണ്ട ശേഷം ഏറ്റവും മഹാന്മാരായ എത്രയോ മഹാന്മാരായ ആളുകൾ, പക്ഷേ അവരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു സമീപനമാണ് കഴിഞ്ഞ ഈ മണ്ഡലത്തിൽ പ്രധാനം ചെയ്ത ശ്രീമതി ചിഞ്ചു ഇവിടത്തെ കുറിക്കുന്നു. സുഹൃത്താണ്, നമുക്കറിയാം എന്തെങ്കിലും ഈ 5 വർഷക്കാലം കൊണ്ട് ഒരു പരിഹാരം കണ്ടെത്താൻ ഇവിടെ കഴിയുമായിരുന്നു. ഈ പിണറായി വിജയന്റെ തന്നെ ഈ ചിഞ്ചുറാണിയുടെ 2ാം ഊഴത്തിനുമായി കാത്തിരിക്കുന്ന ശ്രീ ചിഞ്ചുറാണിയുടെ ഈ അഴിമതി നിറഞ്ഞ ഈ ഭരണം, ഈ ദുർഭരണം, ഈ കഴിവില്ലാത്ത ഭരണം, ഈ മണ്ഡലത്തോട് കൂറില്ലാത്ത ഭരണം ഇവിടുത്തെ വോട്ടർമാരായ മുഴുവൻ ആളുകളും മനസ്സിലാക്കണമെന്നാണ് ഞങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് പറയാനുള്ളത്. പ്രിയമുള്ളവരെ, 9 പഞ്ചായത്തുകളാണ് ഈ മണ്ഡലത്തിന് കീഴിലുള്ളത്. യഥാർത്ഥത്തിൽ 20 വർഷം മുമ്പ് നേതൃത്വത്തിൽ ഈ കേരളത്തിലുള്ള 62 താലൂക്കുകൾ പുനർനിർമ്മിച്ചുകൊണ്ട് പുതിയ താലൂക്കുകൾ രൂപീകരിക്കണമെന്ന നിർദ്ദേശം വയ്ക്കുകയും 20 വർഷ കാലത്തിനിടയിൽ തന്നെ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പല താലൂക്കുകൾ രൂപീകരിച്ചുകൊണ്ട് 78ഓളം താലൂക്കുകൾ ഉണ്ടായിട്ടും ഈ ചടയമംഗലം താലൂക്ക് വിരിച്ചുകൊണ്ട് ഒരു പുതിയ താലൂക്കാകുന്നുള്ള യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിരുന്ന ഭരണാധികാരികൾ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല ഇതിനുവേണ്ടി ശക്തമായ നടപടി കൂട്ടിയിട്ടും നമ്മുടെ ചിഞ്ചുറാണി ഇതിന് യാതൊരു അനുകൂല സമീപനവും സ്വീകരിച്ചില്ല എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ്. ഏതാണ്ട് നമ്മുടെ കൊല്ലായിൽ മുതൽ പഞ്ചായത്തിന്റെ വളർത്തല കൊല്ലായിൽ മുതൽ ഇളമാട് പഞ്ചായത്തിന്റെ ഏറ്റവും വടക്കുള്ള വാഴയോട് വരെ വ്യാപിച്ചു കിടക്കുന്ന ഏതാണ്ട് 55 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതിയുള്ള ഈ പഞ്ചായത്തിൽ ഈ കൊല്ലായിൽ ഏതെങ്കിലും ഒരു ആവശ്യമായി കൊട്ടാരക്കരയെത്തുന്നതിന് ഏതാണ്ട് ഒരു ദിവസത്തെ യാത്രയുടെ ആവശ്യമുണ്ട്. അങ്ങനെയാണ് ബാബു ഇപ്പോൾ യഥാർത്ഥ ഈ കൊട്ടാരക്കര താലൂക്കിനെ അതിവിസ്തൃതമായ താലൂക്കിനെ ലഭിച്ചുകൊണ്ട് ഇവിടെ ഒരു പുതിയ താലൂക്ക് രൂപീകരിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത്. എന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ല? ആരാണ് അതിന് ഉത്തരവാദി? BJP അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു തവണ ഇവിടെ അധികാരത്തിൽ വന്ന ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ അദ്ദേഹം ഇവിടെ അധികാരത്തിൽ വന്ന അദ്ദേഹത്തിനും അതിനുള്ള ഇച്ഛാശക്തി ഉണ്ടായില്ല. അപ്പൊ ഇടതുപക്ഷവും വലതുപക്ഷവും യഥാർത്ഥത്തിൽ ഒരു മണ്ഡലത്തിന്റെ ഒരു പ്രദേശത്തിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി അതൊന്നും ചെയ്യാതെ യഥാർത്ഥത്തിൽ ഭരണാധികാരിയായി തുടരുവാൻ വേണ്ടി മാത്രമുള്ള മോഹവുമായി നടക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയണം. ഇവിടെ വികസനം നടക്കണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ആര് വരണമെന്ന് നമ്മൾ ചിന്തിക്കണം. ഇന്ത്യയിലുള്ള കുറ്റം അവതരിപ്പിക്കുന്ന ഒരു ജോലി ആയതുകൊണ്ട് ഞാൻ അതിനകത്ത് മാത്രം നിൽക്കുകയാണ്. പ്രിയമുള്ള ഇളമാട് പഞ്ചായത്തിൽ 56 വർഷം സെന്ററുണ്ട്. 56 വർഷമായി അവിടെ ചെങ്ങറ നിലയായിരുന്ന കലാവിൽ കെട്ടിടക്കുകയും അത് പൂർത്തിയാക്കുകയും ചെയ്തു. ദീർഘമായ കാലവിൽ പട്ടിവിട്ട് കിടക്കുന്നുള്ള ഒരു സംരംഭമായി അത് മാറുകയാണ്. എന്നാൽ ചൂടാണി അടക്കമുള്ള MLA-മാർ പലതവണ പറഞ്ഞതാണ് ഇളമാട് പ്രൈമറി സെന്റർ അത് ആശുപത്രി. ആരാണ് നടപ്പിലാക്കാത്തത്? ആരാണ് ഇച്ഛാശക്തിയില്ലാത്തത്? യഥാർത്ഥത്തിൽ ഇടതുപക്ഷം മാത്രം ഈ മണ്ഡലത്തിൽ യഥാർത്ഥത്തിൽ നടപ്പിലാക്കുന്നതിനുള്ള നമ്മുടെ MLA നടത്തിയില്ല എന്നുള്ളത് വളരെ ഖേദകരമായ വസ്തുതയാണ്. പിന്നൊന്ന്, ഇളമാട് ആയുർവേദ ആശുപത്രിക്ക് വേണ്ടി ഏതാണ്ട് 40 ലക്ഷത്തോളം രൂപ മുടക്കി കെട്ടിടം പണി പൂർത്തിയാക്കിയിട്ടുണ്ട്. 2 കൊല്ലമായി കെട്ടിടം പണി പൂർത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു കെട്ടിടം പണിയുമ്പോൾ അതൊക്കെ വഴിയുണ്ടോ എന്ന് പരിശോധിക്കുവാനുള്ള ബാധ്യത ഒരു സാമാന്യ ബുദ്ധി, ഒരു സാമാന്യമായ ഒരു ബോധം ഉള്ളതാണ്. എന്നാൽ നിർഭാഗ്യവശാൽ ആ കെട്ടിടത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള വഴിയില്ലാത്ത വസ്തു വാങ്ങുകയും ആ വഴിയില്ലാത്ത വസ്തു കെട്ടിടക്കുകയും ചെയ്തുകൊണ്ട് ആ കെട്ടിടം തുറന്നുകൊടുക്കുവാൻ കഴിയാതെ വർഷങ്ങളായി ഈ വികസന വീഴ്ച നടത്തുന്ന ഈ MLA-യുടെ ഈ 2 തരത്തിലുള്ള പ്രവർത്തനം മനസ്സിലാക്കണം. അതിന് വഴി ഉണ്ടാവണ്ടേ? 2 കൊല്ലക്കാലം കൊണ്ട് ആ കെട്ടിടം ഒഴി കിടന്നിട്ട് സംരംഭമായി മാറിയിട്ട് അത് വഴി കണ്ടെത്തുന്നതിന് MLA ഫണ്ടിൽ നിന്ന് തുകയിൽ വെച്ചുകൊണ്ട് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന തോട്ടത്തിലെ ഒരു ബൃഹത്തായ നമ്മുടെ ഇപ്പോൾ അത് മൃഗസംരക്ഷണ വകുപ്പ് ഏറ്റെടുത്തു. അവിടെ കോഴി വളർത്തലാണ് പ്രധാനമായി നടക്കുന്നത്.
അറിയാം. അതൊരു യാത്ര ചെയ്യാൻ പോലും കഴിയാത്തവണ്ണം അത് അസഹനീയമായ ദുഃഖമാണ് അവിടെ പുറത്തു വരുന്നത്. അസഹനീയമായ ദുരന്തം. അവിടെ കോഴികൾ നിത്യവില കൂടുതൽ തത്തി വീഴുകയാണ്. ഇതിന്റെ ഒരു ദുരന്തം അനുഭവിക്കുന്നത് ആ നാട്ടിലെ ആളുകൾ മാത്രമല്ല, ആയൂരിൽ നിന്നും ഓയൂരിലേക്ക് സഞ്ചരിക്കുന്ന ബസ് യാത്രക്കാരും അതുപോലെ തന്നെ തോട്ടത്തിൽ നിന്നും അമ്പലമുക്കിലേക്ക് സഞ്ചരിക്കുന്ന ആളുകളും ഇതിൽ ഇന്ന് അനുഭവിക്കുകയാണ്. ചിത്ര പഞ്ചായത്തിലെ ഒരു ആരോഗ്യ കേന്ദ്രമുണ്ട്. ചിത്ര പഞ്ചായത്തിൽ 20 കൊല്ലം മുമ്പ് അത് ചികിത്സയുള്ള ആശുപത്രിയിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി സാമഗ്രികൾ വാങ്ങിക്കുകയും 20 കൊല്ലം കൊണ്ട് അത് ആശുപത്രിയെ ഉയർത്തുന്നതിനുള്ള യാതൊരു നടപടിയും നമ്മുടെ ബഹുമാനപ്പെട്ട MLA ഒന്നും ഉണ്ടായില്ല, MLമാരൊന്നും ഉണ്ടാവുന്നില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ അവിടെ വരുമ്പോൾ ആശുപത്രിയെ ഉയർത്തണമെന്നും ആശുപത്രിയെ ഉയർത്തുന്നതിന് ആവശ്യമായ കെട്ടിടങ്ങളും അതുപോലെ തന്നെ സാധനങ്ങളും വാങ്ങിക്കാൻ വേണ്ടി എന്നാൽ അവിടെ കിടക്കുന്ന സാധനങ്ങൾ പിരിപ്പിച്ച് നാമാവശേഷമായി നശിച്ചുപിടിക്കുന്നു. MLAക്ക് യാതൊരു പ്രതിബദ്ധതയും ഇക്കാര്യത്തിലില്ല. യഥാർത്ഥ നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വം ഈ MLA രണ്ടാം കൂട്ടത്തിലേക്ക് പോകുമ്പോൾ ഈ MLA നടക്കണ്ടാണ്ട് വികസനപ്പെടുന്ന പ്രവർത്തനങ്ങൾ അവർ മുന്നോട്ട് കൊണ്ടുപോകണ്ടേ. ഈ കളക്കൽ എന്ന് പറയുന്ന പഞ്ചായത്ത്, ഈ സിപിഎമ്മിനെയും ഇടപെട്ടാലത്തിനെയും പറയുന്ന ഈ കളക്കൽ പഞ്ചായത്ത് യഥാർത്ഥത്തിൽ ഒരു വലിയ ആശുപത്രി ഇവിടെ ഉണ്ടായിരുന്നു. താലൂക്ക് നിലവാരത്തുള്ള ആശുപത്രിയാണ്, നിലവാരത്തിലുള്ള ആശുപത്രിയാണ്. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ സിപിഎമ്മിൽ നമുക്ക് ഇതിൽ കിംസാറ്റ് എന്ന് പറയുന്ന ഒരു ആശുപത്രി ഇവിടെ സ്ഥാപിതമായി. അപ്പൊ ഈ കിംസാറ്റ് വളർന്നു വരണമെങ്കിൽ ഈ താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം അവതാളത്തിലാവണം, അതിന്റെ പ്രവർത്തനം താഴോട്ട് പോകണം. അതിനു വേണ്ടി യഥാർത്ഥ പ്രൈവറ്റ് ആശുപത്രിയുടെ വികസനത്തിന് വേണ്ടി ഈ ഗവൺമെന്റ് ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെ മുന്നേറിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ് MLA നേതൃത്വത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ എണ്ണി നൽകുന്നാത്ത ഒരുപാട് വിഷയങ്ങളുണ്ട്. ഈ ഓയൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് വിടുതൽ പഞ്ചായത്തിൽ. ആ ഓയൂർ പഞ്ചായത്ത് അവിടെ ഒരു വലിയ ഒരു ആശുപത്രി ഉണ്ടായിരുന്നു, അവിടെ പോസ്റ്റ്മോർട്ടം ഉണ്ടായിരുന്നു, അവിടെ ചികിത്സ ഉണ്ടായിരുന്നു, പ്രസവം എടുക്കാൻ കഴിയുമായിരുന്നു, അവിടെ വിദഗ്ധ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ MLA വന്നതിന് ശേഷം ആ ആശുപത്രിയെ ഡിസ്പെൻസറിയുടെ നിലവാരത്തിലേക്ക് തരം താഴ്ത്തുകയും ഡോക്ടർമാരുടെ എണ്ണം കുറയ്ക്കുകയും സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ ഇല്ലാതാക്കുകയും ചെയ്ത ഒരു വളരെ ദുഷിച്ച ദുരന്തപൂർണമായ ഒരു കാര്യമാണ് ഇപ്പോൾ ഓരോന്നിരിക്കുന്നത്. നമുക്കറിയാം ചടയമംഗലം പഞ്ചായത്ത് അതുപോലെ തന്നെ ഈ താലൂക്ക് ഭാഗത്തുള്ള ഒരു വലിയ ആശുപത്രിയെ ഉയർന്നു വരേണ്ട ഒരു സ്ഥലമാണ് ഈ ചടയമംഗലം ആശുപത്രി ഉണ്ടായിരുന്നു. അവിടെ ഇതുപോലെയുള്ള സ്പെഷ്യാലിറ്റികളും അതുപോലെ തന്നെ കെട്ടിടങ്ങളും അതുപോലെ തന്നെ പോസ്റ്റ് വാർഡും അടക്കമുള്ള സാമഗ്രി ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതും ഒരു പലിക്കായി മാത്രം മാറ്റിയിരിക്കാം, പനിക്ക് മാത്രം മരുന്ന് കൊടുക്കുന്ന ഒരു കേന്ദ്രമാക്കി ഈ ചടയമംഗലം ആശുപത്രി മാറ്റിയിരിക്കണം. വേറൊരു അവസ്ഥയുണ്ട്. ഇലക്ഷൻ വരുമ്പോഴെല്ലാം ഈ ചടയമംഗലത്ത് ഒരു മിനി സിവിൽ സ്റ്റേഷന്റെ തറക്കല്ലിടിയും. അവിടെ ജനാധിപത്യത്തിലൂടെ ആളുകളെല്ലാം ചേർന്നുകൊണ്ട് എല്ലാ വർഷവും എല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അവിടെ തറക്കല്ലിടിയിൽ മാമാങ്കം നടത്താറ്. ഇപ്രാവശ്യവും തറക്കൽ മാമാങ്കത്തിൽ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവിടെ ഈ പഠിക്കാത്തത്? എന്തുകൊണ്ടാണ് സാങ്കേതിക അതിലെന്തുകൊണ്ടാണ് ഫണ്ട് ചോദിക്കാത്തത്? യഥാർത്ഥ ജംഗ്ഷൻ വരുമ്പോൾ മാത്രം തിരിഞ്ഞു നോക്കാനൊക്കെ എത്തുകയും ചെയ്തേക്കും. അതുകൊണ്ട് ഞാൻ ചിങ്ങേരിയിൽ ഒരു കുളമുണ്ട്. ഞാൻ അവിടെ ജനിച്ചുള്ളതാണോ? അവിടെ പുരാതനമായ ഒരു കുളമാണ്, കുളമായി വികസിപ്പിച്ച് അത് പ്രയോജനപ്പെടുത്തണം എന്ന് പല പ്രാവശ്യം നമ്മുടെ MLA പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടത്തെ ജനപ്രതിനിധികൾ പറഞ്ഞിട്ടുള്ളതാണ്. എന്താ അത് നവീകരിച്ച് ഒരു പരിശീലന കേന്ദ്രമായി ഉയർത്തുന്നുള്ള തടസ്സമാണ്? പ്രിയമുള്ള സ്നേഹിതരെ, നിങ്ങൾക്ക് ഇതുപോലുള്ള ശേഷിയില്ലാത്ത കഴിവില്ലാത്ത ഈ ഒരു പ്രദേശത്തിന്റെ വികസനത്തിന് യാതൊരു താല്പര്യമില്ലാത്ത ഒരു MLA ആണോ നമുക്ക് ആവശ്യമുള്ളത്? ഈ മണ്ഡലത്തിന്റെ വികസനം മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും തന്റെ മണ്ഡലം മറ്റേത് മണ്ഡലത്തെക്കാൾ ഉയർന്നു വരണമെന്ന ഇച്ഛാശക്തി പ്രവൃത്തി ചെയ്യുന്ന ഒരു MLA ആണ് നമ്മുടെ നാടിന് ആവശ്യം. ഞാൻ ഇത് ഇട്ടിക്കൊണ്ടു പോകുന്നില്ല. ഈ നമ്മുടെ സ്വാമി ചേട്ടൻ ഈ കാര്യങ്ങളെല്ലാം പ്രസ്താവിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. സോമൻ ചേട്ടനെ ക്ഷണിക്കുന്നു. ഈ മാർച്ചിന് നേതൃത്വം നൽകുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ചടയമംഗലം മണ്ഡലത്തിൽ പ്രിയങ്കരായിട്ടുള്ള നേതാക്കൾ, പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വൈക്കൽ സ്വാമി ഉൾപ്പെടെ ശ്രീ പുത്തയം ബിജു,
ഞങ്ങളുടെ പഴയകാല നേതാവ് പ്രിയപ്പെട്ട ശ്രീ വിജയൻ അടക്കമുള്ളവർ ഈ പ്രക്ഷോഭത്തിന്റെ മുൻനിരയിലുണ്ട്. കേരളമാകെ ഭാരതീയ ജനതാ പാർട്ടി പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. മതിയായി MLA എന്നതാണ് BJPയുടെ ഈ പ്രതിഷേധത്തിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. ചിഞ്ചുറാണി കേരളത്തിന്റെ ഒരു മന്ത്രിയാണ്. ഈ മണ്ഡലത്തിന്റെ പിന്നോക്കാവസ്ഥ അറിയാൻ വേറെവിടെയും പോകണ്ട. ഇത്രയും ഓണം കേരള മൂലയിലാണ് ഒരു മന്ത്രിയുടെ ഓഫീസ് എന്നുള്ളത് ആലപ്പുഴയിൽ നിന്ന് വരുന്ന എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. എനിക്ക് അത്ഭുതം നാണക്കെടുന്നു. ഈ മണ്ഡലത്തിലെ കുറിച്ച് മുറിയെടുത്തിട്ട് ഈ റോഡിന്റെ പ്രധാനപ്പെട്ട സ്ഥലത്ത് ഒരു മന്ത്രിക്ക് ഇരിക്കാനുള്ള സൗകര്യമില്ല, അവിടെ ജനങ്ങൾക്ക് വന്ന സംവിധാനമില്ല എന്നുള്ളത് ഈ നാട്ടിലെ സാധാരണക്കാരനോട്, പാവങ്ങളോട് ഇവർക്ക് പ്രതിബദ്ധതയില്ല എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ്. ഇവിടെ വിജയമോഹൻ സാർ പറഞ്ഞു മഹാധന്മാർ. MN ഗോവിന്ദൻ നായർ ഇവിടുത്തെ MLA ആയിരുന്നു. മഹാരഥന്മാർ MLA-മാരായിരുന്ന സ്ഥലം. എമ്മനും തൊമ്മനും കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് വിളിച്ച കാലമുണ്ടായിരുന്നു. മഹാരഥന്മാർ MLA-മാരായിരുന്നിട്ട് CPI-യുടെ കയ്യിലാണ് എല്ലാ കാലവും റവന്യൂ വകുപ്പ് അല്ലെ? ഇപ്പോഴും മന്ത്രിയാണ്. എന്തുകൊണ്ട് ഇവിടെ ഒരു താലൂക്ക് വരുന്നില്ല എന്ന ചോദ്യത്തിന്റെ ഉത്തരം തേടി പോകുമ്പോൾ ഈ CPI എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് ഈ ആടിന്റെ കഴുത്തിന്റെ താഴെ ഒരു രണ്ട് സാധനം ഇങ്ങനെ തൂക്കിക്കിടക്കുന്നതാണ്. എന്തായാലും പറയുമ്പോഴേക്ക് അതിൽ നിന്ന് പാല് വരുമെന്ന് കാത്തിരിക്കുന്ന കുറുക്കന് എന്താണോ സംഭവിക്കുന്നത് അതുപോലെയാണ് പ്രിയമുള്ളവരെ ഈ CPI-യുടെ മന്ത്രിയെ കാത്തിരുന്നാൽ സംഭവിക്കുന്നത്. അത് തന്നെയാണ്. നിങ്ങൾക്ക് താലൂക്കും കിട്ടാൻ പോകുന്നില്ല, മിനി സിവിൽ കിട്ടാൻ പോകുന്നില്ല. ഭാരതീയ ജനതാ പാർട്ടിക്ക് സംസ്ഥാനത്ത് ഒരു അവസരം തന്നാൽ ഭാരതീയ ജനതാ പാർട്ടി പുതിയ താലൂക്ക് ഉണ്ടാകുമെന്ന് ഈ സന്ദർഭത്തിൽ ഉറപ്പ് നൽകുകയാണ്. ഈ അവസരം ഇപ്പൊ നമ്മുടെ മന്ത്രി എവിടെയാണ്? സൂംബ നൃത്തത്തിലല്ല. നിങ്ങൾ അത് പഠിക്കണ്ട. പ്രിയമുള്ളവരെ, ആരോഗ്യ മേഖലയെ കുറിച്ച് ഇവിടെ പറഞ്ഞില്ല. കോട്ടയത്ത് മെഡിക്കൽ കോളേജ് ഇടഞ്ഞു വീണ് ഒരു വീട്ടമ്മ തന്റെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി സർക്കാർ ആശുപത്രി സമീപിച്ചപ്പോ, മെഡിക്കൽ കോളേജിനെ സമീപിച്ചപ്പോ സുരക്ഷിതമല്ലാത്ത കെട്ടിടത്തിൽ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ പോകുന്നതിന്റെ ഇടയിൽ പഴക്കമേറിയ കെട്ടിടം ഇടിഞ്ഞു താഴെ വീണ് ജീവൻ മരണ പോരാട്ടം ആ കെട്ടിടത്തിന്റെ അവശിഷ്ടത്തിന്റെ അടിയിൽ നടത്തുമ്പോ ഒരു മന്ത്രി സൂംബ നൃത്തത്തിലായിരുന്നു. അത് ഈ മന്ത്രിയാണ്. അത് ഈ മന്ത്രിയാണ്. ചുരിദാറിട്ട് ചാടിക്കളിക്കുന്ന മന്ത്രി ചടയമംഗലത്ത് മാത്രമല്ല, മുഴുവൻ കേരളത്തിന് അപമാനമാണ്. പ്രിയമുള്ളവരെ, അപമാനമാണ്. ആ മന്ത്രി ഇപ്പോൾ എവിടെയെന്നറിയോ? മന്ത്രിസഭാ യോഗത്തിലാണ്. മന്ത്രിസഭാ യോഗത്തിലാണ്. എന്തിന്? നമ്മുടെ തൊട്ടടുത്ത മണ്ഡലത്തിലെ പത്തനാപുരം. ആ പത്തനാപുരത്തുനിന്ന് മന്ത്രിയുടെ വീട്ടിൽ നിന്ന് 2 ദിവസം മുമ്പ് 112 വിളിച്ചു. 112 വിളിച്ചാൽ ഉടൻ സേവനമെത്തും, പോലീസ് എത്തുമെന്നാണ് പറയുന്നത്. 112 112 വിളിച്ചു. മന്ത്രിയുടെ ഭാര്യ ബിന്ദു മേനോ. ഈ മേനോമാർക്കും ഇങ്ങനെ സംഭവിക്കുന്നു, നോക്കിപ്പോവാൻ. പണ്ട് കാലത്ത് സമ്പന്നന്മാരാണ് മേനോമാർ. ഇവിടെ മേനോമാരുണ്ടോ? ഇല്ല. അപ്പൊ നീങ്ങിയാണ് മേനോമാരുള്ളത്. പാവപ്പെട്ടവര്. ബിന്ദു മേനോൻ വിളിച്ചു പറയുന്നത്, എന്റെ ജീവൻ രക്ഷിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, സഹായം തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കേറുമ്പോൾ എനിക്ക് എന്റെ ബന്ധുവിൽ നിന്ന് ഉപദേശം കിട്ടി. ആ ബന്ധു
മുൻ DGP ആയിട്ടുള്ള ശ്രീലേഖ അവരുടെ ബന്ധുവാണ്, ഭർത്താവിന്റെ ബന്ധുവാണ് ഈ ബിന്ദു മേനോൻ. ഇന്നലെ ഗണേശൻ ശ്രീലേഖയെ കുറിച്ച് പറഞ്ഞതൊന്നും ഞാനിവിടെ പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഗണേശന്റെ കയ്യിലിരിപ്പ് കൃത്യമായി അറിയാവുന്നയാളാണ് മുൻ DGP ശ്രീലേഖ എന്നുള്ളത് ഗണേശനെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുക. ഞാൻ അതുമെടുത്തുകൊണ്ട് കേരളത്തിന്റെ തെരുവിലിറങ്ങിയാൽ ഏത് അറേബ്യൻ നാടിലെ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടുവന്ന് പൂശിയാലും ഗണേശന് അതിൽ നിന്ന് അതിജീവിക്കാൻ സാധിക്കും. ഇപ്പോ മന്ത്രിസഭാ യോഗം ചേരുമ്പോ അതിൽ ആരുണ്ട്? ഇപ്പോൾ എല്ലാം സബൂറായി കേൾക്കുന്നു, എല്ലാം സബൂറായി കേൾക്കുന്നു. എന്താണ് ദീർഘനാളായി ഞാൻ സഹിക്കുന്നു, എന്റെ ഫോൺ എടുത്ത് പരിഗണിക്കുന്നു, എനിക്ക് ബന്ധമുള്ള പേര് പറഞ്ഞ് എന്നെ അല്ലാണ്ട് അടിമത്തോ എന്റെ സ്വാതന്ത്ര്യമില്ലാതെയാക്കുന്നു. എനിക്ക് സംശയമുള്ളത് കൊണ്ട് ഞാൻ സംശയമുള്ള ഒരു സ്ത്രീ പോകുന്ന ഈ മന്ത്രി പോകുന്ന സ്ഥലത്തേക്ക് ഞാനും അത് പോയി, രഹസ്യമായി പോയി. മുറി തള്ളി തുറന്നപ്പോ കണ്ട കാഴ്ചകളുടെ ചിത്രം എന്റെ കൈവശമുണ്ടെന്ന് ബിന്ദു മേനോൻ പറയുന്നത് ഈ മന്ത്രി ഗണേഷ് കുമാറിനെ കുറിച്ചിട്ടാണ്. അവിടെ നടന്ന വർത്തമാനം എന്റെ കയ്യിലുണ്ടെന്ന് പറയുന്നു. പോലീസുകാരൻ എന്ന് പറഞ്ഞ പോലീസുകാരന്റെ പേര് പറയുന്നുണ്ട്. 112 നിന്ന് വിളിച്ചപ്പോ വന്ന പോലീസുകാർ മടങ്ങിപ്പോയി. 112 വിളിച്ചാൽ പിങ്ക് പോലീസാണ് വരുന്നത്. 112 വിളിച്ചപ്പോ വന്ന പോലീസ് മടങ്ങിപ്പോയി. ഇതെന്ത് പോലീസാണ്? പോലീസ് മന്ത്രിയുടെ മകളെ വിളിച്ചു. ആര്? ബിന്ദു മേനോൻ. പോലീസ് മന്ത്രിയുടെ മകൾ വീണ മറ്റൊരു മന്ത്രിയുടെ രണ്ടാമത്തെ ഭാര്യ. ബിന്ദു മേനോൻ മന്ത്രിയുടെ രണ്ടാമത്തെ ഭാര്യ. മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ മന്ത്രിസഭാ യോഗം ചേർന്ന് എല്ലാം സംരക്ഷിക്കാൻ പോവുകയാണ്. വേറൊരു മന്ത്രി കഴുത്തിന് പരിക്കേറ്റ് കണ്ണൂര് ആശുപത്രിയിൽ, വെറും ആശുപത്രിയിലല്ല സാറേ, ICUവിൽ. പ്രിയമുള്ളവരെ, നമ്മുടെ ഒരു പ്രിയപ്പെട്ടയാൾ ICUവിൽ പെട്ടാൽ എത്ര ആശങ്കയോടെ ഉത്കണ്ഠയോടെയാണ് ആ ICUവിന്റെ വാതിലിൽ നമ്മൾ നിൽക്കുന്നത്. അവിടെ നിന്ന് ഡിസ്ചാർജ് ആയാൽ നേരെ എങ്ങോട്ട് മാറ്റും? ഒബ്സർവേഷൻ വാർഡിൽ മാറ്റും. കേരളത്തിന്റെ ആരോഗ്യമന്ത്രി കഴുത്തിന് പരിക്കേറ്റ് വല്ലാണ്ട് വേദന അനുഭവിച്ച് ICUവിൽ കഴിയുമ്പോ ഒരു വെളുപ്പാൻ രാവിലെ തോന്നുന്നു എനിക്കിപ്പോ ഇവിടുന്ന് ഡിസ്ചാർജ് ആവണം. ഡിസ്ചാർജ് ആവുന്നു, സ്വകാര്യ വാഹനത്തിൽ എവിടേക്കോ പോകുന്നു. മന്ത്രിയെ കാണാനില്ല എന്ന് മാധ്യമങ്ങൾ പറയുന്നു. മന്ത്രി എവിടെയെന്ന് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അന്വേഷിക്കുന്നു. വൈകുന്നേരം മന്ത്രി പ്രത്യക്ഷപ്പെടുന്നു വീട്ടിൽ. ഇതെന്ത് ആശുപത്രി? ഇതെന്ത് ആശുപത്രിയുടെ ചികിത്സാ മാർഗനിർദ്ദേശങ്ങളാണ്? പിണറായിയുടെ കേരളത്തിലാണ് പ്രിയമുള്ളവരെ നടക്കുന്നത്. ഞാൻ ഇന്നലെ ആന്ധ്രാപ്രദേശിന്റെ ആരോഗ്യമന്ത്രി സത്യവാദിയോടൊപ്പം 2 മണിക്കുണ്ടായിരുന്നു. ഈ കാര്യം അദ്ദേഹത്തിന് പറഞ്ഞത് പൊട്ടി 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 ചിരിക്കുക. എന്താണ് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രിയമുള്ളവരെ, ഇവർ വികസനമല്ല, സ്ത്രീകളുടെ സുരക്ഷിതത്വമല്ല, നാടിന്റെ പുരോഗതിയല്ല, ആവാസന്മാരുടെ മന്ത്രിസഭയായി പിണറായി വിജയന്റെ മന്ത്രിസഭ മാറി എന്ന് ആക്ഷേപം ഉന്നയിക്കാൻ ഉപയോഗിക്കുക. ആവാസ മന്ത്രിസഭയാണ്. ഓരോരുത്തരുടെയും കഥ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സംസ്കാരത്തിന്റെ നിലവാരം താഴ്ന്ന വർത്തമാനം പറയേണ്ടി വരും. ഇതിനൊരു മാറ്റം വേണം. BJP പറയുന്നത് മാറുമെന്നാണ്. ആ മാറ്റം കൊണ്ടുവരാൻ നാട് തയ്യാറായിരിക്കുമ്പോ ഞങ്ങൾ വെള്ളക്കുപ്പകൾ നാട്ടിലിറങ്ങി നടക്കുന്നുണ്ട്. ആ കാലം വിദ്വാൻ ഇപ്പോഴും
ആണെന്നാണ് പറയുന്നത്. പാലക്കാട് വിദ്വാൻ എന്താ പറയുന്നേ? ഹൂ കെയേഴ്സ് എന്ന് ചോദിക്കുക. ഇതിന്റെ അപ്പുറത്താണ് വീട്, അടൂര്. കേരളത്തിൽ ഇവർ രണ്ടുപേരും പ്രിയമുള്ളവരെ വളർത്തിക്കൊണ്ടുവരുന്നത് ജീർണതയുടെ രാഷ്ട്രീയമാണ്. അവധസഞ്ചാരത്തിന്റെ അവശേഷിപ്പുകളാണ് ഇത്. ഈ മുന്നണി രാഷ്ട്രീയത്തിൽ നിന്ന് ഈ കേരളത്തെ മോചിപ്പിക്കണം. വികസനത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് നമ്മുടെ നാടിനെ കൈപിടിച്ചു നടത്താൻ കഴിയണം. ഇല്ലായ്മകളും കൊണ്ട് നെടുനിൽപ്പെടുന്ന കേരളത്തിനൊരു ആശ്വാസം ഉണ്ടാക്കി കൊടുക്കണം. ആ വികസന രാഷ്ട്രീയമാണ് പാർട്ടി കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. മാറാത്തത് മാറുമെന്ന് തിരുവനന്തപുരത്തുകാർ പറഞ്ഞു. തിരുവനന്തപുരത്ത് 4.5 പതിറ്റാണ്ട് കാലം കൈയടക്കി വെച്ചിരുന്ന ഈ കേരള സംസ്ഥാനത്തെ ഏറ്റവും വലിയ നഗരസഭയുടെ ഭരണത്തിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തിരുവനന്തപുരത്തുകാർ അടിച്ചോടിച്ചു. പ്രിയമുള്ളവരെ, അഭിമാനത്തോടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് അവസരം നൽകി. അവിടുത്തെ ജനക്ഷേമകരമായ ബഡ്ജറ്റ് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചു. ഭാരതീയ ജനതാ പാർട്ടിക്ക് അവസരം തരണം. ഈ വികസന തട്ടിപ്പുകൾ അവസാനിപ്പിക്കണം. അഴിമതി അവസാനിക്കണം. അവസാനിപ്പിക്കണം. ഈ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യം വരുന്ന നാളുകളിൽ നടത്താൻ പോകുന്ന പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് ഈ മന്ത്രി ഓഫീസിലേക്ക് ഈ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞാനിത് അക്കമിട്ട് പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല. കുറച്ചും കൂടി കൃത്യമായി പറയാൻ സാധിക്കുന്ന മറ്റൊരു സോമനന്റെ ഉണ്ട്. സോമൻ സൂചിപ്പിക്കും. നിങ്ങൾ കുറച്ചും കൂടി കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യും. ഇവിടെ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ 4-5 മാസക്കാലമായി പ്രവർത്തിക്കുന്ന ഈ ജില്ലക്കാരൻ കൂടിയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് നാടിന്റെ നന്മയ്ക്കൊപ്പം നിൽക്കണം. ഇവിടെ നിന്ന് പലായനം ചെയ്തു പോകുന്ന ചെറുപ്പക്കാരെയും കുട്ടികളെയും തിരിച്ചു വിളിച്ചു കൊണ്ടുവരണം. ഈ നാടിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കണം. വിശ്വാസ സംരക്ഷണം നമ്മുടെ അവകാശമാണ്. അത് സംരക്ഷിക്കപ്പെടണം. നാടിന്റെ വികസനത്തിന് പരമപ്രധാനമായിട്ടുള്ള പരിഗണനം. അഴിമതിയില്ലാത്ത ഒരു ജനാധിപത്യ ഭരണകൂടം ഉണ്ടാകണം. ആ പരിശ്രമങ്ങൾക്ക് വേണ്ടി പോരാടുമ്പോ ഈ ചേരിയോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഈ നാട്ടിലെ ജനങ്ങളും ജനാധിപത്യ വിശ്വാസികളും മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ജില്ലാ ഉപാധ്യക്ഷന്മാരായിട്ടുള്ള ബിജു പുത്തയം, MR സുരേഷ്, ജില്ലാ സെക്രട്ടറിയും ചിറ മണ്ഡലത്തിന്റെ പ്രഭാരിയുമായിട്ടുള്ള തൊടാശ്ശേരി, ഇവിടെ കുറ്റപത്രം അവതരിപ്പിച്ച പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗം, പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം, പാർട്ടിയുടെ മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റും സംസ്ഥാന കൗൺസിൽ അംഗവും ഈ നിയോജക മണ്ഡലത്തിന്റെ കോ ഇൻചാർജുമായിട്ടുള്ള S വിജയൻ ചേട്ടൻ, പാർട്ടിയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ചിതറ, അതുപോലെ ഗിരീഷ് വയല, ചായമംഗലം മണ്ഡലം ജനറൽ സെക്രട്ടറി മഞ്ചേഷ് കുമാർ, സിനു ഇളമാട്, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനീയരായിട്ടുള്ള പാർട്ടിയുടെ കാര്യകർത്താക്കളെ, പാർട്ടി പ്രവർത്തകരെ, അതുപോലെ അഞ്ചൽ മണ്ഡലത്തിന്റെ പ്രസിഡന്റ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ ജനറൽ സെക്രട്ടറി ഈ പരിപാടി കവർ ചെയ്യുന്നതിനായി എത്തിയിട്ടുള്ള മാധ്യമ പ്രവർത്തകർ, ജില്ലാ കടക്കൽ, അതുപോലെ നമ്മളുടെ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ കടക്ക് മേഖലയിൽ നമുക്കൊരു കൊടി കഴിയില്ല. BJPയുടെ ഒരു മുദ്രാവാക്യം വിളിക്കാൻ കഴിയില്ല. പരിക്കേറ്റ
ആശുപത്രിയിൽ എത്തുന്ന അവിടെ ചികിത്സിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള നാട്ടിൽ പൊണ്ടമര വിരിയിച്ച അനുഭവ ഇവിടെ കൃതജ്ഞത രേഖപ്പെടുത്തും. CPI നേതാവാണ്. ഇന്ന് ചടയമംഗലത്തിന്റെ MLA, നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി അവർ മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ പ്രഗത്ഭരായിട്ടുള്ള ഈ ചന്ദ്രശേഖരൻ നായർ, ചന്ദ്രമോഹനൻ, നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള നേതാക്കൾ, രാജേന്ദ്രൻ സഖാവിനെ പോലെയുള്ള ആൾക്കാരൊക്കെ ഈ ചന്ദ്രശേഖരൻ നായർ ഇവിടെ MLA ആയി. സാറിന്റെ സുഹൃത്താണ് ചിഞ്ചുറാണി എന്ന് പറഞ്ഞത്. സാറും CPIയുടെ പഴയ ജില്ലയുടെ ചുമതലയുള്ള ആളാണ്, വെറുതെ പറഞ്ഞതല്ല. ഇപ്പൊ ആ സൗഹൃദമൊന്നുമില്ല, പഴയ സൗഹൃദമാണ്. സാറ് ഈ പാർട്ടി റെഡിയല്ല എന്ന് കണ്ടുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വന്നത്. ഇവിടെ CPIക്കാർക്കെതിരെയുള്ള കുറ്റപത്രം അവതരിപ്പിക്കുന്നതിന് നമ്മൾ വിജയമോഹനൻ സാറിനെ തന്നെ ചുമതലപ്പെടുത്തിയത്. കാരണം കൂടെ കിടന്നവനെ രാപ്പ അറിയാം. ഇവരുടെ സ്വഭാവം അറിയാവുന്നത് പ്രധാനമായിട്ടും സ്റ്റാലിൻ ചേട്ടൻ ഇവിടെയുണ്ട്, ഇവിടെ നിൽപ്പുണ്ട്. 2 തവണ CPMന്റെ പഞ്ചായത്ത് മെമ്പറായിരുന്നു. കടക്കൽ മേഖലയിൽ CPMനെ കെട്ടിപ്പടുത്തവർ സ്റ്റാലിൻ റഷ്യക്കാരനാണെങ്കിലും ഇത് ചിതറക്കാരനാണ്, മടത്തറയാണ് സ്ഥലം. അപ്പോ സ്റ്റാലിൻ നമ്മളോടൊപ്പമാണ്, വിജയമോഹനൻ ചേട്ടൻ നമ്മളോടൊപ്പമാണ്. എന്തുകൊണ്ടാണ്? 1980 ഏപ്രിൽ 6 തീയതി രൂപീകരിച്ച ഭാരതീയ ജനതാ പാർട്ടി മുംബൈയിലെ ശിവാജി പാർക്കിൽ അടൽ ബിഹാരി ഹരിത കുങ്കുമ പതാക ഉയർത്തി അവിടെ തുടങ്ങിയിട്ടുള്ള ജൈത്രയാത്ര 84 നടന്നിട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവലം 2 ലോക്സഭാ സീറ്റുകൾ മാത്രമുള്ളപ്പോ EMS നമ്മളെ കളിയാക്കി. ഈ പരിപ്പ് ഇവിടെ വേവില്ല മക്കളെ എന്നാണ് നമ്മോട് പറഞ്ഞത്. പക്ഷെ EMS മരിച്ച ദിവസമാണ് അടൽ ബിഹാരി വാജ്പേയി സത്യപ്രതിജ്ഞ ചെയ്തത്. അതാണ് നമ്മുടെ പാർട്ടി. ആ EMSന്റെ ഭൗതിക ശരീരത്തിൽ നമുക്ക് രാഷ്ട്രീയമായിട്ട് ശത്രുക്കളൊന്നുമില്ല. നാളെ നമ്മളോടൊപ്പം വരാനുള്ളവരാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിൽ ശംഖുമുഖം ആറാട്ട് കടവിൽ ഉള്ള ആ വിമാനത്താവളത്തിൽ ഒരു വലിയ വിമാനം വന്നിറങ്ങി. മറ്റാരുടെയുമല്ല, ലാൽകൃഷ്ണ അദ്വാനിയുടെ വിമാനമാണ്. അദ്ദേഹം വന്നിറങ്ങി റീത്ത് വെച്ചിട്ട് പോയി. ഈ പരിപ്പ് ഇവിടെ വേവില്ല മക്കളെ എന്ന് പറഞ്ഞ EMSന്റെ ഭൗതിക ശരീരത്തിൽ അദ്ദേഹം ഔദ്യോഗികമായി വന്ന് റീത്ത് വെച്ചിട്ട് പോയ പാർട്ടിക്കാരാണ് നമ്മൾ. അതുകൊണ്ട് നമുക്ക് ശത്രുക്കളില്ല, മിത്രങ്ങൾ, അതായത് എതിരാളികളില്ല. നമുക്ക് നാളെ നമ്മളോടൊപ്പം വരാനുള്ളവരാണുള്ളത്. ഈ ഭാരതത്തിൽ 82 ലോക്സഭാ സീറ്റുകൾ ഉണ്ടായിരുന്ന പാർട്ടി 2019 303 ലോക്സഭാ സീറ്റുകൾ വരെ എത്തി ഭാരതീയ ജനതാ പാർട്ടി ലോക്സഭയിൽ. ഇപ്പോ രാജ്യസഭയിലെ ഏറ്റവും വലിയ ഭാരതീയ ജനതാ പാർട്ടി മാറിയിരിക്കുന്നു. എന്തുകൊണ്ട്? ജനങ്ങളോടൊപ്പം നിന്നു. മഹാരഥന്മാരുണ്ടായിട്ടും 55 കിലോമീറ്റർ സഞ്ചരിച്ച് കൊട്ടാരക്കര താലൂക്ക് ഓഫീസിലേക്ക് മടത്തറയിലും ചക്കമലയിലും അതുപോലെയുള്ള ആൾക്കാർ പോകേണ്ട ദുസ്ഥിതിയിലേക്ക് നേരത്തെ സോമൻ ചേട്ടൻ തള്ളി പറഞ്ഞത് പോലെ ഈ ദുസ്ഥിതിയിലേക്ക് തള്ളിവിട്ടത് CPIക്കാരാണ്. റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ചിഞ്ചുറാണിയുടെ ആൾക്കാരാണ്. അവര് കടക്കലോ ചടയമംഗലം എവിടെയെങ്കിലും ഒരു താലൂക്ക് ഓഫീസ് ആസ്ഥാനം പണിയട്ടെ വരുമെന്ന് പറയുമ്പോ ഇവര് തമ്മിൽ തർക്കമാ. ചടയമംഗലം വേണോ കടക്കൽ വേണോ തർക്കമാ. അത് നമ്മുടെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിനാനുള്ള തന്ത്രമാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ഇന്നലെ കേട്ടപ്പോ കൊച്ചുങ്ങൾ വാർത്ത കേട്ടപ്പോ വിചാരിച്ചത് പ്രണയ ദിനമാണോ? ഫെബ്രുവരി 14 പ്രണയ ദിനം. ഇന്നലെ ചാനലുകളിലെല്ലാം ചർച്ചയാണ്. പ്രണയമുള്ളവൻ, കിടക്കറയിൽ വേറെ പെണ്ണിനെ പിടിച്ചു കയറ്റുന്നവൻ, ഭാര്യ ഫോട്ടോ എടുക്കുന്നവൻ, അവനാണ് പ്രസംഗിക്കുന്നത്. ഇപ്പൊ ഞങ്ങളുടെ ആ പ്രദേശത്തുള്ള സ്നേഹിക്കുന്ന കൊച്ചുങ്ങളെല്ലാം കോഴിയെ പറത്തുന്നത് ഇപ്പം ഗണേശന്റെ വീട്ടിൽ അങ്ങോട്ടൊരു കോഴിയെന്ന് പറഞ്ഞു. കടക്കലമ്മയ്ക്ക് നമ്മൾ ചില കാര്യങ്ങൾ സാധിക്കാൻ കോഴിയെ കൊണ്ട് പറത്തും, അറക്കലമ്മയ്ക്ക് കോഴിയെ പറത്തും. പ്രണയം റെഡിയാകാൻ വേണ്ടി കാമദേവനായിട്ടുള്ള ഗണേഷ് കുമാറിന്റെ വീട്ടിലോട്ടാണ് ഞങ്ങളുടെ അവിടെയുള്ള കൊച്ചു പിള്ളേരിപ്പം കോഴിയെ പറത്തുന്നത്. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ കോഴി മന്ത്രി ഗണേശകുമാരൻ, അവരെ താങ്ങുന്നത് ആരാ? ബിന്ദു മേനോൻ വിളിച്ചത് മുഖ്യമന്ത്രി മകളെയാണ്.
വീണയെ വിളിച്ച ആ പ്രണയം അച്ഛൻ അറിഞ്ഞില്ല കേട്ടോ. ആ കൊച്ചിന്റെ അച്ഛൻ അറിഞ്ഞില്ല ആ പ്രണയം, മാറ്റാൻ നോക്കി. അതുകൊണ്ട് പ്രണയക്കാരുടെ ഒരു മന്ത്രിസഭയും ഡാൻസുകാരുടെ ഒരു മന്ത്രിസഭയുമായി ഈ പിണറായി വിജയന്റെ രണ്ടാമത്തെ സർക്കാർ അവര് ചോദിക്കുകയാണ്, മൂന്നാമത് വന്നു തരൂ. സഖാവെ, എന്തിനാടാ മൂന്നാമത് തരുന്നത്? പാവപ്പെട്ട സ്ത്രീയുടെ വയറ്റിൽ കടക്കൽ ആശുപത്രി ചെല്ലുന്ന സ്ത്രീയുടെ വയറ്റിൽ കത്രി കയറ്റിയിട്ട് തുന്നിക്കെട്ടാനാണോ? ചോദിക്കുകയാണ്. നമ്പർ 1 കേരളം എന്നാണ് അവർ പറഞ്ഞത്. ആരോഗ്യ രംഗത്ത് നമ്പർ 1 കേരളം. നേരത്തെ ചേട്ടൻ പറഞ്ഞു, കോഴിക്കോട്ട് കൊച്ചു, അതായത് കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊച്ചുമായി ചികിത്സയ്ക്ക് പോയ ബിന്ദു എന്ന് പറയുന്ന അമ്മ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ ഇവര് പറഞ്ഞ ഒരു കെട്ടിടത്തിലേക്ക് പോയി ഇടിഞ്ഞു വീണ് മരിച്ചു. മരിച്ചപ്പം അയ്യപ്പനെ കണ്ട തുള്ളത്തില് താടിക്കാരനുണ്ടല്ലോ, ആരാ? വാസവൻ. അയാൾ പറയുകയാണ് അവിടെ സ്ത്രീ പോയിട്ടില്ല. ജോർജ് പറയുകയാണ് അവിടെ ബിന്ദു പറയുന്ന സ്ത്രീ പോയിട്ടില്ല. 3 മണിക്കൂറാണ് അവിടെ ആ രക്ഷപ്പെടുന്നതിന് തടസ്സമായത് ഇവരുടെ വാക്കുകൾ കൊണ്ട്. അവസാനം ആ കുഞ്ഞു പറഞ്ഞു, എന്റെ അമ്മ മരിച്ചു. ഇതാണോ ചികിത്സാ രംഗത്ത് നമ്പർ 1? 23 വയസ്സുള്ള ഒരു പാവപ്പെട്ടവൻ ഫോണിന്റെ അസുഖവുമായി എന്ന് പറയുന്ന മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. മൂത്രത്തിലെ കല്ല് പൊടിക്കുന്നുള്ള ഉപകരണം തരണം സർക്കാരെ എന്ന് ഹാരിസ് ചിറക്കൽ എഴുതിയിട്ട് 6 മാസം കഴിഞ്ഞു. പൊടിക്കാനുള്ള മെഷീനൊന്നും കൊടുത്തിട്ടില്ല അവർ. അതുകൊണ്ടാണ് ആ ഹാരിസ് ചിറക്കൽ എന്ന് പറയുന്നത്. അതും സഖാവാണ്, സഖാവിന്റെ അളിയനാണ്. അത് തിരുവനന്തപുരം CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ അളിയനാണ് ഹാരിസ് ചിറക്കൽ. കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും അലർജി ആയിരിക്കും. മഹാനടൻ, അതെ, കരമന ഹരി ജില്ലാ കമ്മിറ്റി അദ്ദേഹത്തിന്റെ അളിയനാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ. നമുക്ക് മാത്രമല്ല ഇവരോട് ഇപ്പോ അലർജി. കൈരളി ടിവിയുടെ ചുമതലക്കാരനായിരുന്നിട്ടുള്ള മഹാനടൻ മമ്മൂട്ടി പറയുകയാണ്, നമ്മളിപ്പോ മുദ്രാവാക്യം വിളിച്ചല്ലോ, മടുത്തു MLA എന്ന് നമ്മൾ പറഞ്ഞതുപോലെ മഹാനടൻ മമ്മൂട്ടി പറയുകയാണ്, മടുത്തു MLA. ജില്ലാ സെക്രട്ടറി അതേപോലെ നടക്കുന്നത് തന്നെ മോശമാണ്, നീ എന്തിനടേ എന്റെ കൂടെ നടക്കുന്നതെന്നാണ് മമ്മൂട്ടി ചോദിക്കുന്നത്. അതുപോലെയാണ് ചിന്തറാണിയോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഈ ചടയമംഗലത്ത് എന്തിനാ അമ്മേ നിങ്ങൾ ഈ സൂംബ ഡാൻസ് കളിച്ച് നടക്കുന്നത്? ആദ്യം MLA ആയപ്പോ നമ്മൾ കണ്ടു പാവപ്പെട്ട NCC കേഡറ്റായിട്ടുള്ള ഒരു അമ്മ ഇപ്പോഴും സൂംബ ഡാൻസ് കളിച്ച് അതീവ സുന്ദരിയായി നല്ലവണ്ണം ഒരുങ്ങി നടക്കണം. അതിനൊന്നും നമ്മൾ എതിരല്ല. പക്ഷേ ഈ ലെപ്പമിടുന്ന സമയത്ത് ഈ ഓടിന്റെ കുഴികളെ മാറ്റാൻ ഒരു ശകലം കടക്കൽ ആശുപത്രിയിലേക്ക് ഒരു വിദഗ്ധ ഡോക്ടർ, എളമാട്ടൊരു കിടത്തി ചികിത്സ, ഓയൂർ ആശുപത്രിയിൽ ഒരു കിടത്തി ചികിത്സ, അതുപോലെ മടത്തറയിൽ പണിഞ്ഞിട്ടിരിക്കുന്ന പാവപ്പെട്ടവന് വേണ്ടി പണിഞ്ഞിട്ടിരിക്കുന്ന ആ കെട്ടിടങ്ങളൊന്ന് തുറന്നു കൊടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. നിങ്ങൾ 5000 പ്രണയത്തിന്റെ മന്ത്രിയെ പിന്തുണയ്ക്കാൻ ഇന്ന് പോയി ഇരിക്കുകയാണ്. അവൻ 5000 പ്രണയമൊക്കെ വന്നു കഴിഞ്ഞാൽ വീണ ജോർജ് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുമെന്നാണ് പറയുന്നത്. സുരക്ഷിതമായിട്ട് പോകണം ഗണേഷ് കുമാറെ, ഇല്ലെങ്കിൽ മറ്റേ അസുഖം പിടിപെടും എന്നാണ് നമുക്കും പറയാനുള്ളത്. ഇത്തരത്തിലുള്ള ജീർണതയുള്ള ആൾക്കാരെ, ഈ പറയുന്ന രാമദേവന്മാരെയൊക്കെ പേറിക്കൊണ്ടാണ് പിണറായി വിജയൻ പറയുന്നത് 3ാം ടൈം കൊടുക്കണം. പിറന്നു വീഴുന്ന കുട്ടി പോലും 1 ലക്ഷം രൂപയുടെ കടത്തിലേക്ക് പിറന്നു വീഴുകയാണ്. 44 നദികളാൽ സമ്പുഷ്ടമായിരുന്ന, വയലേലകളാൽ സമ്പുഷ്ടമായിരുന്ന ഈ കൊച്ചു കേരളത്തിൽ നിന്ന് ഒരു പിടി അരി വരണമെങ്കിൽ വിജയവാഡയിൽ നിന്നും നെല്ലൂരിൽ നിന്നും ആന്ധ്രയിൽ നിന്നുമുള്ള കർഷകൻ കൃഷി ചെയ്ത് അത് ട്രെയിനിൽ കയറ്റണം. വയലിൽ വിതയ്ക്കുമ്പോഴേ ഇവിടുത്തെ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനിൽകുമാർ പോയി ചർച്ച നടത്തുകയാണ്. ഈ നെല്ല് ഇത് ഞങ്ങൾക്ക് തരണം, കർഷകരോട് പറയുക. ആ സമയത്ത് ഇവിടെ ഈ തരിച്ചു കിടക്കുന്ന ഈ നെൽവയലുകൾ ഇവിടെ ഉൽപാദനക്ഷമമാക്കാൻ പദ്ധതികളില്ല. അവര് പറയുന്നത് നമ്മൾ കർഷകർക്കെതിരാണ്. ഇവിടെ കർഷകരുടെ അക്കൗണ്ടിൽ ആദ്യമായി 2000 രൂപ ഒരു വർഷം കൊടുക്കുന്ന സർക്കാരാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ. അത് മദ്രാസിലിരുന്ന് നരേന്ദ്രമോദി സ്വിച്ച് അമർത്തിയാൽ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് എത്തുകയാണ്. പെൻഷൻ കിട്ടാത്ത ആൾക്കാർ, കർഷകർ പറയുകയാണ് നരേന്ദ്രമോദി എന്തു നല്ല മനുഷ്യനാണ്, സ്വിച്ച് അമർത്തിയാൽ കാശ് നമ്മുടെ കയ്യിൽ. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരൻ പെൻഷൻ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ജില്ലാ സമ്മേളനത്തിന്റെ ഒരു രസീതുമായിട്ടാണ് അവൾ ചെല്ലുന്നത്.
അപ്പൊ ഒരമ്മ ചോദിച്ചു, മോനെ നീ എന്ന് പൈസ കൊണ്ടുവരുമ്പോഴും ഈ രസീത് ഉണ്ടല്ലോടാ, നിന്റെ ജില്ലാ സമ്മേളനം ഇതുവരെ അവസാനിച്ചില്ല എന്നാണ് സഖാക്കളോട് ചോദിക്കുന്നത്. പിഴിയുകയാണ് കേരള ജനതയെ, പിഴിയുന്ന ഒരു സർക്കാർ. അത് വെള്ളക്കരത്തിലാകട്ടെ, വീട്ടുകരത്തിലാകട്ടെ, വൈദ്യുതി ചാർജിലാകട്ടെ. എന്നിട്ട് പറയുകയാണ് എല്ലാം ശരിയാക്കി തരാം, എല്ലാം ശരിയാവുന്നുണ്ട്. അയ്യപ്പന്റെ കാര്യം നമുക്കിവിടെ പരാമർശിക്കാതെ പോകാനേ പറ്റില്ല. കാരണം അയ്യപ്പന്റെ പൂങ്കാവനത്തിലേക്ക്, കലിയുഗ വരദനായിട്ടുള്ള അയ്യപ്പന്റെ പൂങ്കാവനത്തിലേക്ക്, സന്നിധാനത്തിലേക്ക് 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾ കയറാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ ഈ നവോത്ഥാന നായകൻ പിണറായി വിജയൻ വാടകയ്ക്ക് കനകദുർഗ ഭർത്താവിന്റെ കൂടെ കിടന്നുറങ്ങിയ ഇന്നോവ കാർ കൊടുത്തുവിട്ടത് പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പാ. ആ ബിന്ദു അമ്മണിയും കൂടെ കയറ്റി ചക്കരച്ചാക്കിന്റെ ട്രാക്ടറിൽ കയറ്റി സന്നിധാനത്ത് കൊണ്ടുപോയി തൊഴിച്ചത് ആരാ? നവോത്ഥാന നായകൻ പിണറായി വിജയൻ. ഇപ്പൊ രക്ഷയില്ല. അയ്യപ്പൻ ചെറിയ ആളൊന്നുമില്ല. അവനെ കൊണ്ട് അയ്യപ്പ സംഗമം നടത്തിച്ചു. അയ്യപ്പൻ അവനെ കൊണ്ട് തൊഴിപ്പിച്ചു. പക്ഷെ അവന്മാരിത് അടിച്ചു മാറ്റലിന്റെ ഒരു രീതിയായിട്ടാണ് മാറ്റിയത്. നന്ദഗോവിന്ദ ഭജൻ അവർ എരുമേലിയിലും വന്നിട്ടില്ല, അവര് പത്തനംതിട്ടയിലും വന്നിട്ടില്ല, അവര് കോഴിക്കോട്ടൊരു ഹാളിലിരുന്ന് പാടിക്കൊണ്ടിരുന്നു. അവർക്ക് 8 ലക്ഷം രൂപ കൊടുത്തെന്ന് പറയുക കമ്മ്യൂണിസ്റ്റുകാരൻ. നന്ദഗോവിന്ദൻ അവിടെ പാടിയിട്ടേ ഇല്ല. യുവന്മാര് ഹൈക്കോടതി സമർപ്പിച്ച കണക്കിൽ പറയുകയാണ് ഭജന പാടി. ഭജന ഗോവിന്ദനായിരിക്കും പാടിയത്, അല്ല നന്ദഗോവിന്ദ ഭജൻസ് ഒന്നും അവിടെ പാടിയിട്ടില്ല. ഗോവിന്ദന്റെ ഭജനയായിരിക്കും അവിടെ നടന്നത്. പിന്നെ നവോത്ഥാന നായകനായിട്ടുള്ള പിണറായി വിജയന് അയ്യപ്പ സംഗമത്തിന് വരുമ്പോ ഉറങ്ങാൻ 1 ലക്ഷം രൂപയുടെ കട്ടില്, 1 ലക്ഷം രൂപയുടെ കട്ടിൽ. ഇയാൾ കൊടുക്കുന്ന തട്ടൂടി അവൻ മറിഞ്ഞു വീഴുക. പഞ്ചായത്ത് തോറും കട്ടിൽ കൊടുക്കുന്നു. കയറിക്കിടന്ന് ഒന്ന് കുണുങ്ങുമ്പോ കട്ടിൽ ഇതാ കിടക്കുന്നു. ഇയാൾക്ക് 1 ലക്ഷം രൂപയുടെ കട്ടിലാണ് അയ്യപ്പ സംഗമത്തിന് വേണ്ടി ഇയാള് കിടക്കാൻ വേണ്ടി ഉപയോഗിച്ചത്. അയ്യപ്പന്റെ പേര്. അതിന്റെ പന്തലിന്റെ പണി കൊടുത്തിരിക്കുന്നു ഊരാളുങ്കൽ സൊസൈറ്റി. നിങ്ങൾ ഈ ഊരാളുങ്കൽ സൊസൈറ്റി എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കും, ഇതെല്ലാം സഖാക്കളാ, ഇത് മൊത്തം സഖാക്കളാ. അയ്യപ്പന്റെ യോഗത്തിന്റെ അടുത്ത് മോന് കൊടുത്തതാരാ? പത്മകുമാർ, CPM-ന്റെ MLA. അതുപോലെ ഇതിന്റെ കമ്മിറ്റി അംഗങ്ങൾ മൊത്തം സഖാക്കളാണ്. അവര് പറയുന്നു ഈ പറയുന്ന അന്വേഷണത്തിന്റെ വഴിക്ക് പോട്ടെ. ഇവന്മാരുടെ അന്വേഷണമല്ല, ഹൈക്കോടതി പറഞ്ഞുകൊണ്ടാണ് ഈ അന്വേഷണം വന്നത്, സ്പെഷ്യൽ കമ്മീഷണർ ലെറ്ററിന്റെ അടിസ്ഥാനത്തിൽ. അവസാനം സുപ്രീം കോടതി വരെ ചോദിച്ചു അയ്യപ്പൻ അവിടെ ഉണ്ടോ അനിയ എന്നാണ് ചോദിച്ചൊരു വക്കീലിനോട്. സുപ്രീം കോടതിയിൽ പിന്നെ വാദിച്ച വക്കീലിനോട് ചോദിച്ചു അയ്യപ്പനൊക്കെ അവിടെ ഉണ്ടോ എന്നാ ചോദിച്ചു. ആ പാവപ്പെട്ട തന്ത്രിയെ കൊണ്ടിട്ട് പെടുത്തി. എന്നിട്ടോ കടകംപള്ളി സുരേന്ദ്രൻ പോറ്റിയെ കയറ്റിയാൻ വിലസി നടക്കുകയാണ്. ഉപദേശം കൊടുത്ത തന്ത്രി അകത്തായി. സുഹൃത്തുക്കളെ, ഈ ഭരണമാണോ ഇനി വേണ്ടത്? ഈ ഇടതുപക്ഷത്തിന്റെ ഭരണമാണോ വേണ്ടത്? മാറണ്ടേ? നരേന്ദ്രമോദിയുടെ ഭരണം വരണം. 2014 ചായക്കച്ചവടക്കാരനായിട്ടുള്ള OBC വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള നരേന്ദ്ര ദാമോദാസ് മോഡി ഭരണത്തിൽ വന്നു. ഒരു ആധാർ കാർഡും ഒരു ഫോട്ടോയുമായി ചെന്നാൽ ജനധൻ യോജന അക്കൗണ്ട്. കോവിഡ് വന്നപ്പോ 500 രൂപ സൗജന്യമായി 80 ലക്ഷം കോടി കുടുംബങ്ങൾക്ക് സൗജന്യ റേഷൻ നൽകി. നമ്മളുടെ സർക്കാർ, അതായത് നമ്മളുടെ NDA സർക്കാർ ഈ രാജ്യത്ത് നടപ്പിലാക്കും. സുരക്ഷിതമായിട്ടുള്ള ഒരു ഭാരതം. ലോകത്തിലുള്ള എല്ലാ രാഷ്ട്രങ്ങളും അവരുടെ സിവിലിയൻ ബഹുമതി കൊടുക്കുന്നത് നരേന്ദ്രമോദിജിക്കാണ്. അത് ആഫ്രിക്കൻ നേഷൻസ് ആകട്ടെ, ഒമാൻ ആകട്ടെ, സൗദി അറേബ്യ ആകട്ടെ, ഇസ്രയേൽ, ഇന്നുവരെ ആർക്കും അവരുടെ അങ്ങനെ ഒരു ബഹുമതി കൊടുത്തിട്ടില്ല. ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള നരേന്ദ്രമോദിജിക്കാണ് കൊടുക്കുന്നത്. ഇപ്പൊ ഇവര് പറയുകയാണ്, ഇടതുപക്ഷക്കാരൻ പറയുകയാണ്, ഇറാന്റെ കപ്പൽ പിടിച്ച് ഇങ്ങോട്ട് കയറ്റാത്ത എന്താ? ഇറാനിലൊന്നും അഭിപ്രായം പറയാത്ത എന്താ? സുരക്ഷിതമായിട്ട് ഈ അഭിപ്രായം പറയാൻ നിനക്ക് ഈ നാട്ടിൽ കഴിയാൻ പറ്റുന്നില്ലേ? അതാണ് നരേന്ദ്രമോദിയുടെ ഭരണം. സൗദിയിൽ ബോംബ്, ഒമാനിൽ ബോംബ്, പാകിസ്ഥാനിൽ ബോംബ്. ഇന്ത്യ ബോംബുണ്ടോ? ഒന്നുമില്ല. എല്ലാ രാഷ്ട്രങ്ങളുമായിട്ടും ഒന്നാന്തരമായിട്ടുള്ള ബന്ധം. നമ്മളെ കയറി ചൊറിയാൻ വന്നാൽ നമ്മൾ തിരിച്ചടിച്ചിരിക്കും. ട്രംപ് പറഞ്ഞു പാകിസ്ഥാന്റെ പ്രസിഡന്റ്, നിന്റെ ഉയിര് പോകാൻ പോവാ, മര്യാദക്ക് നിർത്തിക്കൂ. അയാൾക്ക് ഭ്രാന്ത് കയറിയിരിക്കുക, ബോംബ് കൊണ്ടുവന്നിട്ട് കളയും. അയാൾക്ക് തിരിഞ്ഞു നോട്ടമൊന്നുമില്ല, നട്ടലുള്ള പ്രധാനമന്ത്രിയാണ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഭരണം ഈ രാജ്യത്ത് കാഴ്ചവെക്കുന്ന BJPയുടെ ഭരണം കേരളത്തിൽ വരണം. എങ്കിലേ മാറ്റം വരൂ. ഈ ഇടതു വലതു മുന്നണികൾ 70 വർഷമായി ഇവര് ഭരിച്ചു മുടുക്കുകയാണ്. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണം കൊണ്ടുവരുമെന്നാണ് സതീശൻ പറഞ്ഞത്. പുതുയുഗ യാത്ര. എല്ലാ സ്റ്റേജിലും 5 കൊങ്ങായിക്ക് പിടി ഉറപ്പാണ് നേതാക്കൾ തമ്മിൽ. നീ പ്രസംഗിക്കേണ്ട മാറുന്നില്ല, ഞാൻ പ്രസംഗിക്കാൻ മാറുന്നില്ല. ഇവന്മാര് കൊങ്ങായിക്ക് പിടിക്കത്തുള്ളൂ. ഇതാണോ
കോൺഗ്രസുകാരാ പുതുയുഗം ഇവിടെ കൊണ്ടുവരാൻ പോകുന്നത്, നവയുഗം ഇവിടെ കൊണ്ടുവരാൻ കഴിയുന്നത് അത് നരേന്ദ്രമോദിക്കാണെന്ന് തിരുവനന്തപുരം നേരത്തെ ചേട്ടൻ പറഞ്ഞതുപോലെ സോമൻ ചേട്ടൻ ഉൾപ്പെടെയാണ് അവിടുത്തെ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. ആ കോർപ്പറേഷന്റെ ഭരണം പിടിച്ചു. അന്ന് അമിത്ഷാജി വന്ന് ഭരണം പിടിക്കുമെന്ന് പറഞ്ഞപ്പോ കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞു പിടിക്കും, കോൺഗ്രസുകാരനും പറഞ്ഞു പിടിക്കും. അവസാനം പിടിച്ചു വെച്ച് കാണിച്ചു കൊടുത്തു. അതുപോലെയാണ് നമ്മൾ ഈ കേരളത്തിൽ ഈ ഭാർഗവ ക്ഷേത്രത്തിൽ മാറ്റം വരുത്തുവാൻ നമ്മുടെ ചടയമംഗലം നിയോജക മണ്ഡലത്തിലെ ഈ വിഴുപ്പ് ഭാണ്ഡങ്ങളെ തൂത്തെറിഞ്ഞ് താമരമുദ്രയിൽ അല്ലെങ്കിൽ NDA ആണെങ്കിൽ NDA സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഇന്നു മുതൽ തുടങ്ങണം എന്നാണ് പറയാനുള്ളത്. ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ പ്രവർത്തകർക്കും, ഇത് സംഘടിപ്പിച്ചിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കൾക്ക്, NDAയുടെ നേതാക്കൾക്ക്, ഇത് കവർ ചെയ്യാനെത്തിയുള്ള മാധ്യമ പ്രവർത്തകർക്കെല്ലാം ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ മുഖ്യ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. ഈ യോഗത്തിൽ കൃതജ്ഞത പറയുന്നതിന് വേണ്ടി കടയ്ക്ക പഞ്ചായത്ത് മെമ്പർ അനുപമയെ ക്ഷണിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചിഞ്ചുറാണി MLA-ക്കെതിരെ നടത്തിയ നമ്മുടെ ഈ പ്രതിഷേധ മാർച്ചില് നമ്മുടെ അധ്യക്ഷ വഹിച്ച ചിത്ര മണ്ഡലം പ്രസിഡന്റ് ലക്ഷ്മി പ്രസാദ്, സ്വാഗതം ആശംസിച്ച ജയകുമാർ പുതുശ്ശേരി, കുറ്റപത്രം അവതരിപ്പിച്ച സംസ്ഥാന കൺവീനർ വിജയമോഹൻ സാർ, നമ്മുടെ ഈ പരിപാടിക്ക് ഉദ്ഘാടനം നിർവഹിച്ച BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് K സോമൻ ചേട്ടൻ, ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വൈക്കൽ സോമൻ ചേട്ടൻ, പിന്നെ ആശംസകൾ അർപ്പിച്ചേക്കുന്ന MR സുരേഷ് ചേട്ടൻ, ബിജു പുത്തയം, ബൈജു ജി തോട്ടാശ്ശേരി, കർഷക മോർച്ച ജനറൽ സെക്രട്ടറി പ്രസാദ്, അനിൽകുമാർ, ഗിരീഷ് വയല, മഞ്ചേഷ് കുരിയോട്, സിനു ഇളമാട്, എല്ലാവർക്കും, അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന മാധ്യമ പ്രവർത്തകർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും നമ്മുടെ പ്രവർത്തകർക്കും എല്ലാ നേതാക്കന്മാർക്കും എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. ഈ മാർച്ച് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ചടയമംഗലം നിയോജകമണ്ഡലം BJPയുടെ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്ഷീര വികസന വകുപ്പ് മന്ത്രി J. ചിഞ്ചുറാണിയുടെ വസതിയിലേക്ക് സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചിന്റെ തത്സമയമാണ് ഞങ്ങൾ പ്രേക്ഷകരിൽ എത്തിച്ചത്. ആ തത്സമയം ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. സംഘടിത ശക്തി തെളിയിച്ചുകൊണ്ടുള്ള മാർച്ചിൽ നേതാക്കന്മാരുൾപ്പെടെ പങ്കെടുത്തു.